ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 15. അപ്പോൾ ഇത് യദുകുല ചരിതമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പരശുരാമൻ കൊന്ന കാർത്തവീരാർജുനൻ്റെ പുത്രന്മാരിൽ മധുവിൻ്റെ മകനായ വിഷ്ണിയാണ് പിന്നീട് പ്രമുഖനും പ്രഖ്യാതനുമായി തീർന്നത്. അവനിൽ കൂടി യദുവംശത്തിന് വിഷ്ണി വംശം എന്ന ഒരു നാമം കൂടി ഉണ്ടായി. അപ്പോൾ ഈ യദുവിൻ്റെ ദ്വിതീയ പുത്രനായ ക്രോഷ്ടയിൽ നിന്നും 15ാമത്തെ തലമുറയാണ് വിഷ്ണി. ഈ വിഷ്ണിയിൽ നിന്നും 13ാമത്തെ തലമുറയായി അന്ധകൻ എന്നൊരു യാദവ നേതാവ് ഭൂജാതനായി. അദ്ദേഹവും വംശശ്രേഷ്ഠനായി തീർന്നു. ആ വംശത്തിന് അന്ധക വംശം എന്ന് പേരുണ്ടായി. ആ വംശക്കാരും ഈ യാദവന്മാര് തന്നെയാണ്. അപ്പോൾ അന്ധകൻ്റെ 10ാമത്തെ തലമുറയിൽ പുനർവസു ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനായി ആഹുകൻ എന്നൊരു യാദവ മുഖ്യൻ പിറന്നു. അദ്ദേഹം തൻ്റെ സാമർഥ്യവും ഭുജബലവും ഒക്കെ കൊണ്ട് മധുരാപുരിയുടെ രാജാവായി തീർന്നു. ആഹുകന് 2 മക്കളുണ്ടായി. അവരുടെ പേര് ദേവകൻ എന്നും ഉഗ്രസേനൻ എന്നുമായിരുന്നു. ഈ ഉഗ്രസേനാണ് നമ്മളുടെ കംസൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ ഈ ദേവകനായിരുന്നു ജ്യേഷ്ഠനെങ്കിലും പിതാവിൻ്റെ മരണശേഷം അനുജനായ ഉഗ്രസേനാണ് രാജാവായി തീർന്നത്. അപ്പോൾ ഉഗ്രസേനന് 9 പുത്രന്മാരും 5 പുത്രികളും ഉണ്ടായിരുന്നു. അതിൽ മൂത്ത മകനായിരുന്നു കംസൻ. അപ്പോൾ ഈ ഉഗ്രസേനൻ്റെ ബന്ധുവും ജ്ഞാതിവർഗമിത്രവുമായ വിഡൂരഥൻ, ഈ ജ്ഞാതിവർഗമിത്രം എന്ന് പറയുമ്പോൾ അത് ജ്ഞാതിവർഗത്തെക്കുറിച്ച് അങ്ങനെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായതുമില്ല. അറിയാവുന്നവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ജ്ഞാതിവർഗമിത്രവുമായ വിഡൂരഥൻ എന്ന യാദവ ഭൂപതിയുടെ പുത്രൻ ശൂരസേനൻ. അദ്ദേഹം ഈ മധുരാപുരിയിൽ ഉൾപ്പെട്ട ഒരു ചെറിയ രാജ്യത്തിൻ്റെ അധിപനായിരുന്നു. അപ്പോൾ ഉഗ്രസേനും കംസനും കൂടി അദ്ദേഹത്തെ തോൽപ്പിച്ച് ആ രാജ്യം കൈവശപ്പെടുത്തി. അപ്പോൾ ഈ ശൂരസേനന് ശിനി എന്ന ഒരു ശൂരസേനൻ്റെ ആദ്യത്തെ പത്നിയിൽ ജനിച്ചതാണ് ശിനി. അപ്പോൾ ഈ ശിനിക്ക് ഹൃദീകൻ, ഭോജൻ എന്ന 2 പുത്രന്മാരും ജനിച്ചു. കൃതകർമാവെന്ന് പിന്നീട് പേര് കേട്ട യാദവ പ്രമാണി ഈ ഹൃദീകൻ്റെ പുത്രനാണ്. അപ്പം ശൂരസേനൻ്റെ മറ്റൊരു പത്നിയായ മരീഷയിൽ വസുദേവൻ, ദേവഭാഗൻ, ദേവശ്രവസ്, ആനകൻ, സൃഞ്ജയൻ, ശ്യാമകൻ, കാകനീയൻ, വത്സൻ, കാവ്യൻ എന്നീ 9 പുത്രന്മാരും പ്രഥ, ശ്രുതദേവി, ശ്രുതകീർത്തി, ശ്രുതശ്രവസ്, രാജാതിദേവി എന്ന 5 പുത്രിമാരും ഉണ്ടായി. ഇപ്പോൾ വസുദേവരുടെ ജ്ഞാതി ബന്ധു സഹോദരന്മാരാണ് ഈ സത്യകനും അക്രൂരനും. അപ്പോൾ സത്യകൻ്റെ മകനാണ് യാദവ യോദ്ധാക്കളിൽ പ്രമുഖനായി തീർന്ന സാത്യകി. അപ്പോൾ വസുദേവരുടെ ജനന സമയത്ത് ദേവകൾ ആകാശവീഥിയിൽ നിന്നുകൊണ്ട് ആനകദുന്ദുഭി വാദ്യങ്ങളൊക്കെ മുഴക്കിയത് കൊണ്ട് വസുദേവർക്ക് ആനകദുന്ദുഭി എന്നൊരു പേരും ഉണ്ടായി. വസുദേവന്റെ പിതാവായ ശൂരസേനന് ആദ്യ ഭാര്യയിലുണ്ടായ ശിനിയുടെ പുത്രനായ ഹൃദീകന് കൃതകർമാവിനെ കൂടാതെ അക്രൂരൻ, ജയൻ, സാരണൻ, ഗദൻ എന്ന പുത്രന്മാരും കൂടെ ഉണ്ടായിരുന്നു. അക്രൂരൻ, സാത്യകി, സാരണൻ മുതലായവര് വസുദേവരുടെ ഉറ്റ ജ്ഞാതികളായി തീർന്നത് അപ്രകാരമാണ്. ഈ ശൂരസേനന്റെ ബന്ധുവും കൂട്ടുകാരനും ഒക്കെയായ കുന്തിഭോജ രാജാവിന് മക്കളില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് പ്രഥയെ ശൂരസേനൻ ദത്തുപുത്രിയായിട്ട് അദ്ദേഹത്തിന് ദാനം ചെയ്തു. അപ്പം കുന്തിഭോജൻ വളർത്തിയത് കൊണ്ട് പ്രഥയ്ക്ക് കാലാന്തരത്തിൽ കുന്തി എന്നുള്ള നാമം ഉണ്ടായത്. അങ്ങനെയാണ് അവളെ ഹസ്തിനപുരം യുവരാജാവായിരുന്ന പാണ്ഡുവാണ് പാണിഗ്രഹം ചെയ്തത്. അവളുടെ പുത്രന്മാരാണ് വിശ്വവിഖ്യാതരായി തീർന്ന പഞ്ചപാണ്ഡവര്. ഉഗ്രസേനന്റെ ജ്യേഷ്ഠനായ ദേവകന് ദേവൻ, ഉപദേവൻ, സുദേവൻ, ദേവവർദ്ധനൻ എന്ന 4 പുത്രന്മാരും ശ്രുതദേവി, ശാന്തിദേവി, ശ്രീദേവി, ദേവരക്ഷിത, സഹദേവി, ദേവകി എന്നിങ്ങനെ 7 നന്ദിനിമാരും ഉണ്ടായി. അപ്പൊ ദേവകന്റെ ഈ 7
പുത്രിമാരെയും യഥാകാലം വസുദേവരാണ് വിവാഹം കഴിച്ചത്. ഈ 7 പത്നികൾക്കും പുറമെ ആനകദുന്ദുഭിക്ക് രോഹിണി, ഭദ്ര, മധിര, ഇള, രോചന, പൗരവി, കൗസല്യ എന്ന 7 ഭാര്യമാര് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ 14 ഭാര്യമാരായിരുന്നു ഈ നമ്മുടെ ആനകദുന്ദുഭിക്ക് അതായത് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞവളായിരുന്നു ദേവകി. ദേവകി ആരാ? നമ്മുടെ കൃഷ്ണന്റെ മാതാവാണ് ഈ ദേവകി. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കുറേ ഇവർ ഉഗ്രസേനൻ്റെയും ജ്യേഷ്ഠൻ ദേവകനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് അത് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ബന്ധങ്ങൾ ഇത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉഗ്രസേനന്റെ 5 പെൺമക്കളെയും വസുദേവരുടെ അനുജന്മാരാണ് വിവാഹം കഴിച്ചിരുന്നത്. അപ്പോൾ ഈ വസുദേവർക്ക് രോഹിണിയിൽ ബലഭദ്രൻ, ഗദൻ, സാരണൻ, ദുർദമൻ, വിപുലൻ, ധ്രുവൻ, കൃതവർമ്മൻ എന്ന 7 പുത്രന്മാരും പൗരവിയിൽ സുഭദ്രൻ, ഭദ്രബാഹു, ദർദമൻ, ഭദ്രൻ എന്ന 4 പുത്രന്മാരും മധുരയില് നന്ദൻ, ഉപനന്ദൻ, കൃതൻ, ശൂരൻ എന്ന കൃതകൻ, ശൂരൻ എന്ന 4 തനയന്മാരും കൗസല്യയിൽ കേശി എന്ന ഒരു മകനും രോചനയില് ഹേമാങ്കദൻ, ഹസ്കൻ എന്ന 2 പുത്രന്മാരും ഇളയിൽ വൽക്കലൻ എന്ന പുത്രനും ശ്രുതദേവിയിൽ കൽപ്പദേവൻ എന്ന പുത്രനും ശാന്തിദേവിയിൽ പ്രശമൻ, വസു, ഹംസൻ, സുധന്വൻ തുടങ്ങിയ 6 നന്ദനന്മാരും ദേവരക്ഷിതയിലെ ചാരുഗതൻ തുടങ്ങിയ 6 പുത്രന്മാരും ഉണ്ടായി. കംസൻ മഗധ രാജാവായ ജരാസന്ധന്റെ 2 പുത്രിമാരെയാണ് വിവാഹം കഴിച്ചത്. ഇപ്രകാരം പരസ്പരമുള്ള ബന്ധുത്വവും കൂട്ടുമൊക്കെ അനുസരിച്ച് ഉഗ്രസേനനും ശൂരസേനനും തമ്മിൽ വളരെ നല്ല രമ്യതയിലും മൈത്രിയിലും ഒക്കെയാണ് കഴിഞ്ഞു വന്നത്. ഉഗ്രസേനൻ മധുരാപുരി രാജാവായി വാണുകൊണ്ടിരുന്നെങ്കിലും അതിലൊട്ടും കുറയാത്തൊരു പദവി ശൂരസേനനും രാജാങ്കണത്തിൽ അദ്ദേഹം നൽകിയിരുന്നു. ആ സ്നേഹബന്ധം അടിസ്ഥാനമാക്കിയാണ് തൻ്റെ 5 പുത്രിമാരെയും ഉഗ്രസേനൻ ശൂരസേന പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. അപ്പോൾ ഉഗ്രസേനൻ രാജാവായി വാഴുന്ന കാലത്ത് കശ്മലനായ കംസൻ പിതാവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ട് മധുരാപുരി മന്നവനായി സ്വയം സിംഹാസനാരൂഢനായി. അവൻ്റെ വീര്യപരാക്രമത്തെയും ഒക്കെ പിന്നെ ജരാസന്ധൻ അതായത് ഭാര്യമാരുടെ അച്ഛൻ അവരുടെ അമിതമായ ശക്തി പ്രഭാവത്തെയൊക്കെ ഓർത്ത് ആരും അവനെ എതിർത്തില്ല. അപ്പോൾ നമുക്ക് അടുത്തത് ഭൂമിദേവിയുടെ സങ്കട നിവേദനമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.